ബാക്ക് ടു ബ്രേക്കിംഗ് അവേഴ്സ്. ADGP MR അജിത് കുമാറിനെതിരായ SIT അന്വേഷണം വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ DGPക്ക് നിർദ്ദേശം നൽകി. ഒക്ടോബർ 1 വരെയാണ് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി. അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള പരാതികളിൽ വിജിലൻസ് അന്വേഷണവും ഉടൻ തുടങ്ങും. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത അന്വേഷണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കും. വിവരങ്ങളുമായി റിനു ശ്രീധർ നമുക്കൊപ്പം എത്തുന്നു. റിനു ശ്രീധർ, മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അന്വേഷണം വേഗത്തിലാക്കാനുള്ള നിർദ്ദേശത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെ? സുജയ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. നിലവിൽ അന്വേഷണ സംഘത്തിനെ ഇപ്പോൾ നിയോഗിച്ചിട്ടില്ല. ഉടൻ തന്നെ ആരായിരിക്കും അന്വേഷണം നടത്തുക അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലായിരിക്കും എന്നുള്ള വിവരം ലഭിക്കും. എന്തായാലും ADGPക്കെതിരെ അന്വേഷണം നടത്തേണ്ടത് അതിൽ ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ DGP ആയിട്ടുള്ള വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയായിരിക്കും ഈ അന്വേഷണം നേരിട്ട് മേൽനോട്ടം വഹിക്കുക എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഏറ്റവും അവസാനം വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും 5 കാര്യങ്ങളാണ് ADGPക്കെതിരെ അന്വേഷണം നടത്തുന്നത്. സ്വത്ത് സമ്പാദനം, അതുപോലെ തന്നെ വീടിൻ്റെ നിർമ്മാണം, ഒപ്പം മലപ്പുറത്തെ മരമുറി കേസ് ഉൾപ്പെടെയുള്ള 5 കാര്യങ്ങളാണ്. ഒപ്പം മുൻ SP സുജിത് ദാസിനെതിരെയും വിജിലൻസിൻ്റെ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഉത്തരവിൻ്റെ പകർപ്പ് റിപ്പോർട്ടർ TV രാവിലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിലവിൽ DGPയുടെ നേതൃത്വത്തിൽ 5-അംഗ അന്വേഷണ സംഘം ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒക്ടോബർ 1-ാം തീയതിക്കകമാണ്, അതായത് ഒരു മാസമാണ് കാലാവധി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ. അതേസമയം മുഖ്യമന്ത്രി ഇന്ന് അതിവേഗത്തിൽ ഈ ഒരു റിപ്പോർട്ട് നൽകണമെന്നുള്ളൊരു ആവശ്യം DGPയോട് നൽകിയിട്ടുണ്ട്. ഇന്നലെയോടുകൂടി അത്തരമൊരു റിപ്പോർട്ട് നൽകി, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിക്ക് ADGPക്കെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ്. വിവിധ ഉദ്യോഗസ്ഥരെ, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോയത്. ഏറ്റവും പ്രധാനമായി ഈ തൃശ്ശൂർ പൂരം അലങ്കോലിപ്പെടുത്തിയതും അതുപോലെ തന്നെ RSS BJP നേതാക്കളെ കണ്ടതും അടക്കമുള്ള കാര്യങ്ങളാണ് DGPയുടെ അന്വേഷണ പരിധിയിൽ ഉള്ളത്. അത്തരത്തിലൊരു റിപ്പോർട്ട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സമാന്തരമായി 3 അന്വേഷണമാണ് ADGPക്കെതിരെ നടക്കുന്നത്. മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനാണ് ADGP. അത്തരത്തിലൊരു അന്വേഷണം ഈ വിവാദം മുറുകുകയാണ്. ഉടൻ റിപ്പോർട്ട് വേണമെന്ന മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിന്റെ വിവരങ്ങൾ റിനു നൽകുമ്പോൾ